എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാം? ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് പോഡ്കാസ്റ്റ്, എന്താണ് ഇതിൻ്റെ ആവശ്യകത എന്ന് നോക്കാം. മലയാളത്തിൽ പോഡ്കാസ്റ്റ് വളരെ കുറവാണെന്ന് തോന്നുന്നു. പോഡ്കാസ്റ്റിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സാധ്യതയാണ്. ഇറ്റ്സ് എ $multi-billion ഇൻഡസ്ട്രി. നിങ്ങൾക്കിപ്പോൾ നിലവിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് പോഡ്കാസ്റ്റ്? പോഡ്കാസ്റ്റിൻ്റെ ശബ്ദരേഖ. നമുക്കറിയാം ഓഡിയോസിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങളിപ്പോൾ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് FM ആയിരിക്കാം തീർച്ചയായിട്ടും, അല്ലേ? ഓഡിയോസ്, മ്യൂസിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഓഡിയോസോ ആയിരിക്കും നിങ്ങൾ കേട്ടുകൊണ്ട് പോകുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഒരുപക്ഷെ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈവനിങ് വോക്കിന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും നമുക്കറിയാം ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈവൻ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മ്യൂസിക് കേട്ടുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പം കൂടുതലും നമ്മൾ ഓഡിയോസാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? ഇപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ എന്താണ് അറ്റൻഷൻ എന്ന് പറയുമ്പം രണ്ട് തരത്തിൽ അത് ഡിവൈഡ് ചെയ്തു പോകും. വീഡിയോയിലേക്കും വിഷ്വൽസിലേക്കും പോകും, ഓഡിയോയിലേക്ക് പോകും, ശരിയല്ലേ? അപ്പം കോൺസെൻട്രേഷൻ ഒരുപക്ഷെ വീഡിയോയിൽ വളരെ കുറവാണ്. എന്നാൽ ഓഡിയോയിലാണെങ്കിൽ അറ്റൻഷൻ സ്പാൻ എന്താണ്, ഓഡിയോയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓഡിയോ ബുക്സുകൾ ധാരാളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഓഡിയോ ബുക്സിൻ്റെ പ്രാധാന്യം വളരെയാണ്. ധാരാളം ആൾക്കാർ ഓഡിയോ ബുക്സാണ് കേൾക്കാറുള്ളത്. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വോയിസ് സെർച്ചിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ യൂട്യൂബിലൂടെ ധാരാളം ആളുകൾ വലിയ രീതിയിൽ വരുമാനം സമ്പാദിക്കുന്നു. വീഡിയോ സെയിൽസിൻ്റെ ഒരു പ്രാധാന്യം യൂട്യൂബ് വന്നതിന് ശേഷമാണ്, അല്ലേ? അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റെവല്യൂഷൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വോയിസ് സെർച്ച്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലുള്ള ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി ഒരു വലിയ സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് പോഡ്കാസ്റ്റിലൂടെ നിങ്ങളുടെ ആശയം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് ആളുകളെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ മെസ്സേജുമായിട്ട്. ഇപ്പോൾ ബ്രാൻഡിങ്ങിനൊക്കെ വളരെ ഈസി ആയിട്ട് ഇനി പോഡ്കാസ്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ സെയിൽസിനേക്കാൾ കൂടുതൽ റീച്ച് ചെയ്യുന്നത് പോഡ്കാസ്റ്റിനായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുള്ള കാര്യം ലൈവ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സ്വന്തം പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ഗാരേജ് ബാൻഡ് എന്ന് പറയും. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലോ അല്ലെ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്, ആ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ഇപ്പം എനിക്ക് ലഭ്യമായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ടോപ്പിക്ക് സംസാരിക്കുക. എൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ സംസാരിച്ച് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ഓഡിയോ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെക്കോർഡിങ്. ഓക്കെ, റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ജെയിൻസ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ കോച്ചിങ് മേഖലയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ട് വരും കാലങ്ങളിൽ, അതിൻ്റെ സാധ്യത എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, ഏതൊക്കെ സ്ട്രീം ഉപയോഗിച്ച് നമുക്ക് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. 2022-2030 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്ട്സ്. ദിനം പ്രതി ഈ ഒരു ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ലേണിംഗ് ഇൻഡസ്ട്രി ടോട്ടൽ പറയുന്നത് ഏതാണ്ട് 325 ബില്യണാണ് വിറ്റുവരവ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മേഖലയിൽ ഏതാണ്ട് 2025 ഇത് ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് ചെയ്ത കണക്കാണ്. അപ്പോൾ എത്രമാത്രം സാധ്യതയുള്ളൊരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ്. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നിങ്ങൾക്ക്
ഡിജിറ്റൽ കോച്ചിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനെ ബേസ് ചെയ്തൊരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, ആ സ്കില്ലിനെ നിങ്ങൾക്ക് ഡിജിറ്റലി കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിനൊരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡിജിറ്റൽ ബിസിനസ് ആക്കി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഗായകനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡാൻസറാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാർഷൽ ആർട്സ് ചെയ്യുന്നു. ഏത് സെഗ്മെൻ്റ് ആവട്ടെ, ഏത് കഴിവുള്ള വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ ഈ ഒരു സ്കില്ലിനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഓട്ടോമേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ്സാക്കി ഇതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ പ്രൊഫഷനെ നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു റെവല്യൂഷൻ എന്ന് പറയാനുള്ള കാരണം, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഏതൊരു കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികൾക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം. നിങ്ങളൊരു വീട്ടമ്മയാണോ, വിദ്യാർത്ഥിയാണോ, അധ്യാപകനാണോ, എംപ്ലോയി ആണോ, ബിസിനസ്സുകാരനാണോ, ഇനി പെൻഷനായിട്ടുള്ള വ്യക്തിയാണോ, ഏത് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട്, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് വളരെ സന്തോഷകരമായി ആസ്വദിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒറ്റ കാരണത്താലാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ ഏതൊക്കെ സ്ട്രീമുകളിലൂടെയാണ്, ഏതൊക്കെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ് നമുക്ക് ഡിജിറ്റലി വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കുക? ഏതാണ്ട് 9 പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലൂടെ വരുമാനം സമ്പാദിക്കാവുന്നതാണ്. ഫസ്റ്റ് വൺ, വാട്സപ്പ് ക്ലാസ്. ഞാൻ എൻ്റെ ഓൺലൈൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത് വാട്സപ്പ് ക്ലാസ്സിലൂടെയാണ്. ഏതൊരു വ്യക്തിക്കും ഇന്ന് തന്നെ നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പാഷൻ തോന്നുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനെ ആസ്പദമാക്കിയിട്ടൊരു വാട്സപ്പിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 5 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് സെഷനുള്ള ലൈവ് സെഷൻസ് നിങ്ങൾക്ക് സൂമിലോ ഗൂഗിൾ മീറ്റിലോ കൊടുക്കാം. ഏതൊക്കെ കാര്യങ്ങളാണ് ഓരോ ദിവസം ഷെയർ ചെയ്യുന്നുള്ള കാര്യം മൊഡ്യൂൾ സഹിതം, എത്ര രൂപയാണ് പേയ്മെൻറ്റ്, 5 ദിവസത്തെ ക്ലാസ്സിന് എത്ര രൂപയാണ് പേയ്മെൻറ്റ്, അല്ലെങ്കിൽ 10 ദിവസത്തെ ക്ലാസ്സിന് എത്രയാണ് പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വാട്സപ്പ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സെക്കൻഡ് വൺ, യൂട്യൂബ്. നമുക്കറിയാം യൂട്യൂബിൻ്റെ ഒരു ട്രെൻഡാണിപ്പോൾ. ലോകത്തിലെ 2ാമത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് യൂട്യൂബാണ്. മില്യൺസ് ഓഫ് വീഡിയോസാണ് ഒരു ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും. ആലോചിച്ച് നോക്കുക, അത്രമാത്രം സാധ്യതയുള്ളൊരു മേഖലയാണ് യൂട്യൂബ്. ഇപ്പോൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആയിക്കൊണ്ട് യൂട്യൂബിൽ തന്നെ വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങളൊരു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുറേ സമയമെടുത്ത് മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആമസോൺ, നിങ്ങൾക്കറിയാം ആമസോണിൽ ഏതൊരു വ്യക്തിക്കും അഫിലിയേറ്റ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്സ്, ഇപ്പം പുതിയൊരു ഫോൺ റിലീസായി, ആ ഫോണിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ആ ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നിങ്ങൾ യൂട്യൂബ് ആമസോണിൽ നിന്ന് ആ പർട്ടിക്കുലർ ഫോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ധാരാളം ആളുകൾ ഈ ഒരു വീഡിയോ കാണുകയും ചെയ്യും, അല്ലേ? ദിനം പ്രതി വ്യൂസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ചെന്ന് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ വഴി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വരുമാനം കിട്ടും. അതിപ്പം 6 മാസം കഴിഞ്ഞാലോ 1 വർഷം കഴിഞ്ഞാലോ ആ ലിങ്കിൽ ആരൊക്കെ പർച്ചേസ് ചെയ്താലും, ഫ്യൂച്ചറിൽ ആരൊക്കെ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിജിറ്റലി പാസീവ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 3ാമത്തെ കാര്യം അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ആളുകളൊക്കെ റാൻഡമായിട്ടാണ് വെറുതെ ആമസോണിലെ ലിങ്കുകൾ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്തുകൊണ്ടൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മറിച്ച് നിങ്ങളൊരു ബ്രാൻഡായിട്ട് മാറണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ നിങ്ങളെ യൂട്യൂബ് ചാനൽ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമം വഴിയോ നിങ്ങളിലേക്ക് ആളുകളെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ ഈ ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ പ്രോഡക്ട്സുകളുടെ ലിങ്കും, അതുപോലെ മീൻസ് ഫിസിക്കൽ പ്രോഡക്ട്സിനേക്കാൾ കൂടുതൽ ഡിജിറ്റൽ പ്രോഡക്ട്സിനാണ് കമ്മീഷൻ കൂടുതൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ഫ്ലോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അതുപോലെ ക്യാംടേഷ്യ,
ഇതുപോലെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ടൂളുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അഫിലിയേറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി സെല് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയർ ടൂളുകളുടെ പ്രത്യേകത ഒരു 40 മുതൽ 50% വരെ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അതേസമയം ആമസോണിലെ പ്രോഡക്ട്സുകൾക്ക് കമ്മീഷൻ വളരെ കുറവായിരിക്കും, അഫിലിയേറ്റ് കമ്മീഷൻ കുറവായിരിക്കും. അതായത് ഫിസിക്കൽ പ്രോഡക്ട്സിന് സ്വാഭാവികമായിട്ടും കമ്മീഷൻ കുറവായിരിക്കും. അപ്പോൾ ഡിജിറ്റൽ പ്രോഡക്ട്സ് നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അതുപോലെ സോഫ്റ്റ്വെയർ സെല് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ 3 കാര്യം പറഞ്ഞു. ഒന്ന് വാട്സപ്പ്, യൂട്യൂബ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജെയിൻസ് പോഡ്കാസ്റ്റാണ്. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും മലയാളത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് ലാംഗ്വേജിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോഡ്കാസ്റ്റോടെ വരുമാനം ലഭിക്കുന്നത് എങ്ങനെ? നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ, 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രാൻഡിനെ സമീപിച്ച്, ഒരു കമ്പനിയെ സമീപിച്ച് കഴിഞ്ഞാൽ, എൻ്റെ കസ്റ്റമേഴ്സ് മീൻസ് എനിക്ക് ഇങ്ങനെ ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ട്, മീൻസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിലൂടെ എനിക്ക് നിങ്ങളുടെ കമ്പനിയുടെ പരസ്യം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സെഗ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ആ കസ്റ്റമേഴ്സിലേക്ക് പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരസ്യം തരും. അതുകൂടാതെ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പോലെ തന്നെ പോഡ്കാസ്റ്റിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നതിന് ശേഷമാണ്, ഈ ഡൗൺലോഡ്സിൻ്റെ എണ്ണം അനുസരിച്ചാണ് അത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഡിജിറ്റൽ കോച്ചിങ്. ഞാൻ പറഞ്ഞു 2022-2030 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെഗ്മെൻറ്റാണ് ഡിജിറ്റൽ കോച്ചിങ്. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ വെയ്റ്റ് മാനേജ്മെൻറ്റ്, എങ്ങനെ വെയ്റ്റ് റെഡ്യൂസ് ചെയ്യാം, ഒരു 1 മന്ത് കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് എന്നൊരു വിഷയത്തിൽ നിങ്ങളൊരു കോഴ്സ് തയ്യാറാക്കി ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്താണ്? ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒറ്റത്തവണ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയാൽ മതി, ലൈഫ് ടൈം നിങ്ങൾക്ക് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിജിറ്റൽ പ്രോഡക്ട്സിലൂടെ നിങ്ങൾക്ക് വരുമാനം സമ്പാദിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കൺസൾട്ടിങ്. എൻ്റെ കേസ് പറയുകയാണെന്നുണ്ട്, ഞാനൊരു 15 ദിവസം കൊണ്ട് ഒരു സിംഗിൾ കസ്റ്റമറുടെ കയ്യിൽ നിന്നും 6,50,000 രൂപ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതിനകത്ത് 1 രൂപ പോലും നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ഇപ്പോൾ കൺസൾട്ടിങ്ങിലൂടെ നമുക്കറിയാം, ഇപ്പോൾ കൺസൾട്ടിങ് 1-to-1 കോച്ചിങ് ഫോർമാറ്റാണ്. കൗൺസിലിംഗ് അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ വെൽനസ് കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, ബേസ്ഡ് ഓൺ യുവർ പാഷൻ ഏരിയ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസൾട്ടിങ്ങിലൂടെ കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള റവന്യൂ നിങ്ങൾക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഓൺലൈൻ ലൈവ് കോച്ചിങ്. ഇപ്പം 100 1000 ആളുകളെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ലൈവ് കോച്ചിങ്, സെയിൽസ് വെബിനാറുകൾ, മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻസ് അല്ലെങ്കിൽ ഇൻസ്പിറേഷൻസ് അല്ലെങ്കിൽ ഏതാണോ ഹെൽത്ത് സെമിനാറുകൾ, ഹെൽത്ത് വെബിനാറുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് കോച്ചിങ് ഫോർമാറ്റിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി. നിങ്ങൾ ഫോട്ടോഗ്രാഫിയിൽ പാഷനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോട്ടോസ് എന്ത് തന്നെയാണെങ്കിലും, അഡ്വഞ്ചർ ഫോട്ടോസ് അല്ലെങ്കിൽ നേച്ചർ ഫോട്ടോസൊക്കെ നിങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി ക്യാമറയിൽ എടുത്ത് നിങ്ങൾ ഷട്ടർ സ്റ്റോക്ക് പോലെയുള്ള വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആരെങ്കിലും ആ ഒരു നിങ്ങളുടെ പിക്ചർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ പാസീവ് ഇൻകം. നിങ്ങൾ പോലും അറിയാതെ 1000 ആളുകൾ നിങ്ങളുടെ ഫോട്ടോസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പാസീവ് ഇൻകം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ തേടിയെത്തും. നെക്സ്റ്റ് പോയിൻ്റ് ഫ്രീലാൻസിങ്. ഫ്രീലാൻസിങ് ഈസ് എ $multi-billion ഇൻഡസ്ട്രി. ഒരു വലിയ ഹ്യൂജ് ഇൻഡസ്ട്രിയാണ് ഫ്രീലാൻസിങ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് fiverr.com. നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറോ ലോഗോ ഡിസൈനറോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഫൈവറിൽ കയറി ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ ധാരാളം ഓർഡറുകൾ പല കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവരിങ്ങോട്ട് കണക്ട് ചെയ്യും. നിങ്ങളുടെ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഫ്രീലാൻസിങ്ങിലൂടെ വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്ലാറ്റ്ഫോമുകളിലൂടെ വാട്സപ്പ്, യൂട്യൂബ്,
പോഡ്കാസ്റ്റിങ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ കോച്ചിങ്, ഡിജിറ്റൽ പ്രോഡക്ട്സ്, കൺസൾട്ടിങ്, അതുപോലെ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി, നെക്സ്റ്റ് ഫ്രീലാൻസിങ്. ഇത്രയും പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഡിജിറ്റലി പാസീവ് ഇൻകം ഏൺ ചെയ്യാണ്ട് സാധിക്കും. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ. അതുകൂടാതെ ഇത് പ്രയോജനം എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റ് സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഫാമിലി സർക്കിളിലേക്കും ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പേഴ്സണലി ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു. നമ്മൾ ഓൾ ഡൺ. ഒരു ഓഡിയോ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഇത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഈ ഓഡിയോ എക്സ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് റെക്കോർഡ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത്, സാധാരണ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ, എല്ലാവരും റെക്കോർഡ് ചെയ്യാറുള്ളതാണല്ലേ. അപ്പോൾ അതുപോലെ റെക്കോർഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതൊരു ഓഡിയോ സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മീൻസ് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ്പോർട്ട് ഡിജിറ്റൽ പാസീവ് ഇൻകം. പാസീവ് ഇൻകം മ്യൂസിക്. ഓക്കെ, എക്സ്പോർട്ട്. നമ്മുടെ ഓഡിയോ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MP3 ഫോർമാറ്റിലേക്ക് കൺവേർട്ടർ ആയിട്ടുണ്ട്. ഓക്കെ, ഡൺ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് പബ്ലിഷ് ചെയ്യാൻ പോകണം. മീൻസ് പോഡ്കാസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ബസ്പ്രൗട്ട് എന്ന് പറയും. BUZSPROUT.com, buzzsprout.com. അപ്പോൾ ഇതിൽ കയറി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. ബസ്പ്രൗട്ടിൽ സൈനപ്പ് ചെയ്യുക. ഓക്കെ, ബസ്പ്രൗട്ട് പ്ലാറ്റ്ഫോമിൽ കയറി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. buzzsprout.com. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇതിൽ കയറി അക്കൗണ്ട്, ഫ്രീ അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഇത് ഫ്രീ അക്കൗണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്ലോഡ് എ ന്യൂ എപ്പിസോഡ്. അപ്ലോഡ് ക്ലിക്ക് ചെയ്തു. ചൂസ് എ ഫയൽ ടു അപ്ലോഡ്. ഫയൽ സെലക്ട് ചെയ്യാൻ പോകുന്നു. അതിനകത്ത് മ്യൂസിക്കിൽ ഡിജിറ്റൽ പാസീവ് ഇൻകം നമ്മൾ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, ഓൾ സെറ്റ്. ഇതായിട്ടുണ്ട്, അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെഡിങ് കൊടുക്കാം. എപ്പിസോഡിൻ്റെ ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഡിജിറ്റൽ പാസീവ് ഇൻകം. പാസീവ് ഇൻകം, ഡിജിറ്റൽ പാസീവ് ഇൻകം. എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ, നമ്മൾ യൂട്യൂബിൻ്റെ ചാനലിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ പാസീവ് ഇൻകം, ഡിജിറ്റൽ പാസീവ് ഇൻകം എന്തൊക്കെയാണ്? ഒന്ന്, വാട്സപ്പ്. 2, യൂട്യൂബ്. 3, പോഡ്കാസ്റ്റ്. 4, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. 5, ഡിജിറ്റൽ കോച്ചിങ്. 6, കൺസൾട്ടിങ്. 7, എന്താണ്? ലൈവ് കോച്ചിങ്. 8, സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി. 9, ഫ്രീലാൻസിങ്. ഓൾ ഡൺ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കി. നെക്സ്റ്റ് താഴേക്ക് വരിക. സീസൺ എത്രാമത്തെ സീസണാണ് ഇതിപ്പം? സീസൺ നമ്പർ 1, എപ്പിസോഡ് നമ്പർ 5. ഓൾറെഡി 4 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
സോ എപ്പിസോഡ് നമ്പർ 5 ഇത്രയുമായി. ഇത്രയും ഇവിടെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലീവ് അൺപബ്ലിഷ്ഡ് 3 ഓപ്ഷൻ ഉണ്ട്. പബ്ലിഷ് ഇമ്മീഡിയറ്റ്ലി, ഷെഡ്യൂൾ ഫോർ ഫ്യൂച്ചർ. നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാറുണ്ടല്ലേ, അതുപോലെ തന്നെ ഇവിടെ ഓപ്ഷൻ ഉണ്ട് ഷെഡ്യൂൾ ഫോർ ഫ്യൂച്ചർ. പക്ഷേ ഞാനിപ്പം തന്നെ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. പബ്ലിഷ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ബട്ടനെ പ്രസ് ചെയ്തു. സേവ് എപ്പിസോഡ് ഡീറ്റെയിൽസ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, യുവർ എപ്പിസോഡ് ഈസ് പബ്ലിഷ്ഡ്. ഓൾ സെറ്റ്. ഇപ്പോൾ ഡിജിറ്റൽ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ 11 മിനിറ്റ് 50 സെക്കൻഡാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബസ് പ്രൗട്ടിൻ്റെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോം വേണം. ഇത് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആപ്പിൾ പോഡ്കാസ്റ്റ് ഉണ്ട്, അതുപോലെ ഗൂഗിൾ പോഡ്കാസ്റ്റ് ഉണ്ട്, ആമസോൺ മ്യൂസിക് ഉണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്കറിയാം എഫ് എം അല്ലേ, 93.5 FM അല്ലേ, 94.3 FM. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് FM-കളുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പോകുന്നത്, ഇതേ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ പോഡ്കാസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം അതിൻ്റെ പിക്ചർ ഇതിങ്ങനെ വരും. ഓഡിയോ പ്ലെയറായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും എന്താണ്, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സ്പോട്ടിഫൈ, RSS ഫീഡ് എന്ന് കാണിക്കും. ഇത് മോറൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് പ്ലാറ്റ്ഫോം ഇവിടെ കാണിക്കും. സ്പോട്ടിഫൈ, ആമസോൺ മ്യൂസിക്, പോഡ്കാസ്റ്റ് അഡിക്റ്റ്, പോഡ് ചേസർ, പോക്കറ്റ് കാസ്റ്റ്, ഇങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം. ആപ്പിൾ പോഡ്കാസ്റ്റ് ഇൻഡെക്സ്, RSS ഫീഡ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്പോട്ടിഫൈ ആണ്. നിങ്ങൾക്ക് സ്പോട്ടിഫൈയോ ഒന്നീ സ്പോട്ടിഫൈ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്പോട്ടിഫൈ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നേരെ ഇത് സ്പോട്ടിഫൈയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കേസ് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഇത് നേരെ സ്പോട്ടിഫൈയിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ഈ ബസ് പ്രൗട്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾ കണക്ട് ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ആ ഒരു എപ്പിസോഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആ എപ്പിസോഡ് നമ്മൾ എന്താണ്, ഇവിടുന്ന് അതിൻ്റെ ലിങ്ക് എടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഡിജിറ്റൽ ഇൻകം ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ലിങ്ക് കോപ്പിയായി. ഈ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ പോഡ്കാസ്റ്റ്, എൻ്റെ സ്പോട്ടിഫൈ പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു പോഡ്കാസ്റ്റ് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാരണവശാലും നാളത്തേന് മാറ്റി വെക്കരുത്. കാരണം ഇത് വളരെ ഈസിയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണോ ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ആപ്പിൾ ഫോണോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ബസ് പ്രൗട്ടിൽ പോയി അപ്ലോഡ് ചെയ്യുക. എന്താണ് നിങ്ങൾ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുക. എപ്പിസോഡിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനുശേഷം സ്പോട്ടിഫൈ ക്ലിക്ക് ചെയ്യുക. നേരെ സ്പോട്ടിഫൈയായിട്ട് കണക്ട് ചെയ്യുക. സ്പോട്ടിഫൈയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സ്പോട്ടിഫൈയായിട്ട് കണക്ട് ചെയ്യുക. സ്പോട്ടിഫൈയിൽ ഓൾറെഡി ആ എപ്പിസോഡ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ബട്ടൺ ഇവിടെ ഉണ്ട്, ഷെയർ ചെയ്യാനുള്ള ബട്ടണുണ്ട്. ബട്ടനെ പ്രസ് ചെയ്യുക, ലിങ്ക് കോപ്പി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും ഷെയർ ചെയ്യുക. അങ്ങനെ ഇന്ന് തന്നെ നിങ്ങളൊരു പോഡ്കാസ്റ്ററായി മാറുക. നിങ്ങളുടെ ബ്രാൻഡിനെ ഈ പോഡ്കാസ്റ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ബിൽഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത് കാര്യം നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഒരു നോളജ് കേട്ടു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അവിടെയാണ് റിസൾട്ടിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ജീവിത അനുഭവങ്ങളാണോ, അല്ലോ ഏതെങ്കിലും നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളാണോ, ഏത് രൂപത്തിലുള്ളതാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണെങ്കിൽ ജയൻ പ്രഭാകർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു പോഡ്കാസ്റ്ററായിട്ട് മാറാം എന്ന് നമ്മൾ ഓൾറെഡി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലൈവ് എല്ലാം കാണിച്ചു തന്നു. ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക് യു.